കോട്ടയം ഏറ്റുമാനൂരിൽ നടന്ന ഏവരെയും വിഷമിപ്പിച്ച ഒരു കേസായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. വാർത്തകളിൽ നിറഞ്ഞു നിന്ന ഷൈനിയും ഷൈനിയുടെ രണ്ടു മക്കളും അതിക്രൂരമായ മാനസിക പീഡനത്തിന് ഇരയായിട്ടാണ് അവർ ആത്മഹത്യയിലേക്ക് എത്തിയത്. ഷൈനിയും ഷൈനിയുടെ മക്കളായ ഇവാനെയും അലീനയും പള്ളിയിൽ പോകുന്നു എന്ന് പറഞ്ഞ് ഇറങ്ങിയതായിരുന്നു. എന്നാൽ അവർ പോയത് റെയിൽവേ ട്രാക്കിലേക്കായിരുന്നു. ഷൈനിക്ക് നേഴ്സിംഗ് വിദ്യാഭ്യാസം ഉണ്ടായിരുന്നിട്ട് കൂടി ജോലി ലഭിച്ചിരുന്നില്ല എന്നത് അവരെ മാനസികമായി തളർത്തിയിരുന്നു. കൂടാതെ ഭർത്താവിൽ നിന്നും അതിക്രൂരമായ പീഡനങ്ങൾ നേരിട്ട് കൊണ്ടിരുന്ന ഷൈനി 9 മാസമായി ഭർത്താവിനോട് പിണങ്ങി സ്വന്തം വീട്ടിലാണ് താമസിച്ചിരുന്നത്. എന്നാൽ ഒരു വിധത്തിലും ജീവിക്കാൻ അനുവദിക്കാതെ ഷൈനിയെ 4 വശത്തു നിന്നും പ്രശ്നങ്ങൾ വട്ടം മുറുക്കുകയായിരുന്നു. ഷൈനിയുടെ ചുറ്റിനും അവൾക്കെതിരെയുള്ള അമ്പുകൾ തൊടുത്തുവിടുന്നവരായിരുന്നു. ഒടുക്കം യാതൊരു ഗതിയുമില്ലാതെ ഷൈനി തന്റെ പെൺമക്കളെയും കൂട്ടി ജീവിതം അവസാനിപ്പിക്കുകയും ചെയ്തു. സഹിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഷൈനി ഈ കടും കൈ ചെയ്തത്. ഷൈനിയുടെ വീട്ടുകാർ സാമ്പത്തികമായി താഴ്ന്നവരാണെന്ന ചിന്ത നോബിക്കും വീട്ടുകാർക്കും ഉണ്ടായിരുന്നു. നോബി ഷൈനിയുടെ വീട്ടിൽ വിളിച്ച് മകളെ ഇവിടെ നിന്ന് കൊണ്ടുപോകണമെന്ന് പറയുകയും സ്വന്തം മകനെ കൊണ്ടുവരെ ഷൈനിക്കെതിരെ കേസ് കൊടുപ്പിക്കുകയും ചെയ്തിരുന്നു. ഇതെല്ലാം ആയപ്പോൾ ഷൈനി ആകെ തളരുകയായിരുന്നു. മക്കളുമായി വീട് വിട്ടിറങ്ങിയിട്ടും നോബിയും കുടുംബവും അവരെ വേട്ടയാടുകയായിരുന്നു. ഈ കേസിൽ പ്രതിയായിട്ടുള്ളത് നോബി മാത്രമല്ല, നോബിയുടെ അമ്മ അടക്കമുള്ളവർക്ക് ഇതിൽ പങ്കുണ്ട്. ഏറ്റുമാനൂർ കുടുംബ കോടതിയിൽ വിവാഹമോചന കേസ് നടക്കുന്നതിനിടെയാണ് ഷൈനി ആത്മഹത്യയിലേക്ക് നീങ്ങിയത്. നോബിയുടെ സഹോദരനായ ബോബി എന്ന പുരോഹിതനും ഇവരുടെ മരണത്തിന് കാരണക്കാരനാണ്. എന്നാൽ സഭയുടെ അകത്തു നിന്ന് തന്നെ ഇതിനെതിരെ പ്രതിഷേധ സ്വരങ്ങളും ഉയർന്നു വന്നിട്ടുണ്ട് എന്നത് കൂടി എടുത്തു പറയേണ്ട കാര്യമാണ്. എന്നിട്ട് കൂടി ആ പുരോഹിതന് വേണ്ടി പിന്തുണയ്ക്കുന്ന രീതിയിലാണ് ചങ്ങനാശ്ശേരി ബിഷപ്പ് മാർ തോമസ് തറയിൽ പ്രസംഗം നടത്തിയിരിക്കുന്നത്. സഭാവിശ്വാസികൾ ഏറെ അമർഷം പ്രകടിപ്പിച്ച വിഷയമായിരുന്നു ഇത്. എന്നാൽ ബോബിയുടെ പങ്കിനെ കണ്ടില്ലെന്ന് നടിക്കുകയാണ് ജ്ഞാനായ സഭ. ഒരു പുരോഹിതന്റെ നേർക്ക് ആക്രമണങ്ങൾ ശക്തമായപ്പോൾ പുരോഹിതനെയും ജ്ഞാനായ സഭയെ രക്ഷിക്കാൻ ഇറങ്ങിത്തിരിക്കുകയായിരുന്നു മാർ തറയിൽ. അതായത് ഷൈനിയും മക്കളും ട്രെയിൻ പാളത്തിൽ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യത്തിൽ നിന്ന് ശ്രദ്ധ മാറി മറ്റു കാര്യങ്ങളിലേക്ക് ചർച്ച ചെയ്യുന്ന അവസ്ഥയാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. കേരളത്തിന്റെ മാനസികാരോഗ്യം എത്രത്തോളം ഉണ്ടെന്നും പ്രതിസന്ധികളെ പിടിച്ചു നിർത്താൻ കഴിയാത്തത് എന്തുകൊണ്ടാണെന്നും അദ്ദേഹം പ്രസംഗത്തിൽ ചോദിച്ചിരുന്നു. എന്നാൽ ആ പുരോഹിതൻ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് കേരളത്തിന്റെ മാനസിക ആരോഗ്യനിലയെക്കുറിച്ചല്ല, സഭയുടെ മാനസിക ആരോഗ്യമാണ്. ജ്ഞാനായ സഭയ്ക്ക് തെറ്റുപറ്റിയെന്ന് സമ്മതിക്കാൻ മാർത്തറയ്ക്ക് ആർജവമില്ലാത്ത അവസ്ഥയാണ്. കുറ്റവാളിയായ പുരോഹിതനിൽ നിന്ന് വൈദിക പട്ടം തിരിച്ചെടുത്ത് ലോഹ വലിച്ചൂരാൻ മാർത്തറയിൽ പിതാവ് മുന്നിട്ടിറങ്ങുമോ എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ്. കുടുംബ ബന്ധങ്ങളുടെ താളപ്പിഴകളെ കുറിച്ച് സംസാരിക്കുന്ന അദ്ദേഹം സഭയ്ക്കകത്തെ താളപ്പിഴകളെ കുറിച്ച് സംസാരിക്കുന്നേയില്ല. അതുപോലെ തന്നെ തൊഴിലില്ലായ്മയെക്കുറിച്ച് സംസാരിച്ച അദ്ദേഹം ഷൈനിക്ക് സഭയുടെ സ്ഥാപനത്തിൽ ജോലി നൽകാതെ ആട്ടി ഓടിച്ചുവെന്ന കാര്യത്തിന് മറുപടിയില്ല. അതുകൊണ്ട് തന്നെയാണ് സഭാവിശ്വാസികൾ ഇപ്പോൾ തറയിൽ പിതാവിനെതിരെ രംഗത്തെത്തിയിരിക്കുന്നത്. സഭാവിശ്വാസികളുടെ ചോദ്യങ്ങൾക്കൊന്നും തന്നെ കൃത്യമായ മറുപടി ഇല്ല എന്നതാണ് സത്യാവസ്ഥ. ഭർതൃ സഹോദരനായ പുരോഹിതനെ കുറിച്ച് ആളുകൾ വിമർശനം ഉയർത്തിയതാണ് തറയിൽ പിതാവിനെ ഇത്രയധികം അസ്വസ്ഥനാക്കിയിരിക്കുന്നത് എന്ന് പലരും പറയുന്നുണ്ട്. സഭാവിശ്വാസികൾക്ക് തറയിൽ പിതാവിന്റെ പ്രസംഗം വളരെ ഇഷ്ടമാണ്. സംസ്ഥാന സർക്കാരിനെ പോലും വിമർശിക്കുന്ന ആളാണ് അദ്ദേഹം. എന്നാൽ ഇപ്പോൾ നടത്തിയ പ്രസംഗത്തിൽ തെറ്റുകൾ സംഭവിച്ചു എന്ന കാര്യം അദ്ദേഹം മനസ്സിലാക്കുന്നേയില്ല. വിശ്വാസികൾ ഇല്ലെങ്കിൽ സഭയില്ല എന്ന കാര്യം ഓർക്കണമെന്ന് ചിലർ പറയുന്നുണ്ട്. മരിച്ച ഷൈനിയുടെ ഭർത്താവ് തൊടുപുഴ ചീരിയിൽ വലിയ പറമ്പിൽ നോബിയെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഏറ്റുമാനൂർ പോലീസാണ് നോബിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ നോബി മാത്രമല്ല അവിടെ പ്രതി. നോബിയുടെ സഹോദരൻ ബോബി ഉൾപ്പെടെയുള്ളവരെ പ്രതിപ്പട്ടികയിൽ ചേർക്കാൻ ഒരുങ്ങുകയാണ് ഇപ്പോൾ പോലീസ്. ഫാദർ ബോബിയെ അറസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ എന്തുകൊണ്ട് സഭ വൈദിക പട്ടം തിരികെ വാങ്ങുന്നില്ല എന്നതും ഒരു ചോദ്യമാണ്. വിശ്വാസികളുടെ ആവശ്യം വിദേശത്തു നിന്നും ആ വൈദികനെ കൊണ്ടുവരാൻ സഭ മുൻകൈ എടുക്കണമെന്നാണ്. ബോബി എന്ന വൈദികനെ വിദേശത്തു നിന്ന് നാട്ടിലെത്തിച്ച് നിയമത്തിന് മുന്നിൽ ഹാജരാക്കണം. മാർത്തറയിൽ പിതാവിനെ പോലുള്ളവർ ഇത്തരത്തിൽ ന്യായീകരിച്ചുകൊണ്ട് ഒരിക്കലും വരാനും പാടില്ല.